നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളം പ്രിയങ്ക ഗാന്ധിയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വയനാട്ടിൽ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം ആഹ്ലാദകരം. രാഹുൽ ഗാന്ധിയെ വിമർശിച്ച ബിനോയ് വിശ്വത്തിന്റെ നടപടി ബാലിശം. രണ്ടു സ്ഥലത്ത് രാഷ്ട്രീയ നേതാക്കൾ മത്സരിക്കുന്നത് ആദ്യമായല്ലെന്നും VD സതീശൻ. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി K കൃഷ്ണൻകുട്ടിയും കൊക്കക്കോള കമ്പനിയുടെ കങ്കാണിമാരായാണ് പ്രവർത്തിച്ചതെന്ന് പ്ലാച്ചിമട കൊക്കക്കോള വിരുദ്ധ സമരസമിതി. കമ്പനി 35 ഏക്കർ സ്ഥലം സർക്കാരിന് വിട്ടുകൊടുത്തത് ഇരകൾക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാര തുക ഒഴിവാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായെന്നും ആരോപണം. സമരപരിപാടികളും നിയമപോരാട്ടവും തുടരുമെന്ന് സമരസമിതി ചെയർമാൻ വിളയോടി വേണുഗോപാൽ. കോൺഗ്രസ് നേതാവ് TN പ്രതാപനെതിരെ തൃശൂരിൽ വീണ്ടും പോസ്റ്റർ. പ്രതാപനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. പോസ്റ്റർ പ്രചരണത്തിനു പിന്നിൽ കോൺഗ്രസ് പ്രവർത്തകരാകാൻ ഇടയില്ലെന്ന് തൃശൂർ DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP. കോഴി ഫാമിന് സുരക്ഷയൊരുക്കാൻ അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് വയോധികയ്ക്ക് ദാരുണാന്ത്യം. മരിച്ചത് പനമണ്ണ അമ്പലവട്ടം പാലക്കത്തൊടിയിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ പാറുക്കുട്ടി. അപകടം ക്ഷീരകർഷകയായ പാറുക്കുട്ടി സൊസൈറ്റിയിൽ പാൽ നൽകി തിരിച്ചുവരുന്നതിനിടെ. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന പാലക്കാട് സ്വദേശിനിയുടെ മോചനത്തിന് വഴിയൊരുങ്ങുന്നു. യമനിലെ ഗോത്രവർഗവുമായി സന്ധി സംഭാഷണം നടത്താൻ വഴി തെളിഞ്ഞതാണ് ആശ്വാസമായതെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ. നിമിഷപ്രിയയുടെ മോചനത്തിനായി കണ്ടെത്തേണ്ടത് 3 കോടിയോളം രൂപ. 2014 യമനി കൊല്ലപ്പെട്ട കേസിൽ യുവതി ശിക്ഷിക്കപ്പെട്ടത് തന്റെ ഭാഗം വ്യക്തമാക്കാൻ ഭാഷ വശമില്ലാതിരുന്നതുകൊണ്ട്. പട്ടാമ്പി മുനിസിപ്പൽ ടവർ നിർമ്മാണം പുരോഗമിക്കുന്നു. ഫയലിംഗ് പ്രവർത്തികൾ ആരംഭിച്ചു. മുനിസിപ്പൽ ടവർ നിർമ്മാണം 9,65 ലക്ഷം രൂപ ചെലവിൽ. കേരളത്തിലെ ആദ്യത്തെ സെൻട്രലൈസ്ഡ് AC മുനിസിപ്പൽ ടവർ ആയിരിക്കും പട്ടാമ്പിയിലേതെന്ന് മുഹമ്മദ് മൂസിൻ MLA. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ നെടുമ്പുര പുതുശ്ശേരി പൊന്നാനി ലിങ്ക് റോഡ് തകർച്ചയിൽ. റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ സത്വര നടപടി വേണമെന്ന് ആവശ്യം. പ്രതിഷേധ സമരവുമായി BJP. മണ്ണൂരിൽ വർഷങ്ങളായി ഇറിഗേഷൻ വകുപ്പിന്റെ അനാസ്ഥ മൂലം ഗതാഗത യോഗ്യമല്ലാതിരുന്ന എടത്തൊടി കനാൽ റോഡിന് ശാപമോക്ഷം. കെട്ടിട നമ്പറും വൈദ്യുതി കണക്ഷനും ലഭിച്ചില്ല. ഉദ്ഘാടനം കഴിഞ്ഞ 5 മാസമായിട്ടും സ്മാർട്ടാകാതെ കോട്ടായി ഫസ്റ്റ് സ്മാർട്ട് വില്ലേജ് ഓഫീസ്. 50 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ഓഫീസ് കെട്ടിടം സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്ക് ഉത്തമോദാഹരണമെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. കേരളം പ്രിയങ്ക ഗാന്ധിയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം രാഹുൽ ഗാന്ധി വിജയിച്ച 2 മണ്ഡലങ്ങളിലെയും വോട്ടർമാർക്ക് സന്തോഷം പകരുന്നതാണെന്നും VD സതീശൻ തൃശൂരിൽ പറഞ്ഞു. 2 സ്ഥലത്ത് രാഷ്ട്രീയ നേതാക്കൾ മത്സരിക്കുന്നത് ആദ്യമായല്ലെന്ന് ബിനോയ് വിശ്വത്തിന് മറുപടിയായി VD സതീശൻ പറഞ്ഞു. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകുന്നത് ഏവർക്കും ആഹ്ലാദം പകരുന്നതാണെന്ന് VD സതീശൻ പറഞ്ഞു. 2 സ്ഥലത്ത് രാഷ്ട്രീയ നേതാക്കൾ മത്സരിക്കുന്നത് ആദ്യമായല്ലെന്ന് ബിനോയ് വിശ്വത്തിന്റെ പരാമർശത്തിന് മറുപടിയായി VD സതീശൻ ചൂണ്ടിക്കാട്ടി. 2 സ്ഥലത്ത് മത്സരിച്ചാൽ 1 സ്ഥലത്ത് രാജിവെക്കുമെന്നത് സ്വാഭാവികമാണ്. ഇന്ത്യയിലെ പല നേതാക്കളും അങ്ങനെ മത്സരിച്ചിട്ടും ജയിച്ചിട്ടുമുണ്ട്. നേരത്തെ ഇവരുടെ പരാതി ഉത്തരേന്ത്യയിൽ മത്സരിക്കാതെ ദക്ഷിണേന്ത്യയിൽ മാത്രം മത്സരിക്കുന്നു എന്നുള്ളതായിരുന്നു. ഇവർ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ മത്സരിച്ചതിനെ പരിഹസിക്കുകയാണ്. ഇന്ത്യയുടെ ഹൃദയത്തിൽ അലിഞ്ഞുചേർന്ന ബന്ധമാണ് പ്രിയങ്കയ്ക്ക്. ഏതോ സംസ്ഥാനത്ത് പോയി MP-യായ V മുരളീധരന്റെ പരാമർശത്തിന് മറുപടിയില്ലെന്ന് VD സതീശൻ പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണോ രാഷ്ട്രീയ നേതാക്കന്മാർ 2 സ്ഥലത്ത് മത്സരിക്കുന്നത്? 2 സ്ഥലത്ത് മത്സരിക്കുന്നത് ആദ്യമായിട്ടാണോ? അല്ലല്ലോ, ആദ്യമായിട്ടല്ലല്ലോ മത്സരിക്കുന്നത്. 2 സ്ഥലത്തും മത്സരിച്ച് 1 സ്ഥലത്ത് രാജിവെക്കും, 2 സ്ഥലത്തും തെരഞ്ഞെടുക്കപ്പെട്ടാൽ. അത് ഇന്ത്യയിൽ നരേന്ദ്രമോദി മത്സരിച്ചിട്ടുണ്ടല്ലോ. ഇന്ത്യയിലെ പല രാഷ്ട്രീയ നേതാക്കളും മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒരുപോലെ മത്സരിക്കണം. നേരത്തെ ഇവരുടെ പരാതി ഉത്തരേന്ത്യയിൽ മത്സരിക്കാതെ ദക്ഷിണേന്ത്യയിൽ വന്ന് മാത്രം മത്സരിക്കുന്നു, കേരളത്തിൽ വന്ന് മാത്രം മത്സരിക്കുന്നു എന്ന് പരാതി പറഞ്ഞ ആളുകളാണ് ഇപ്പോ ഉത്തരേന്ത്യയിൽ മത്സരിച്ചതിനെ പരിഹസിക്കുന്നത്. CMRL വിഷയത്തിൽ പാർട്ടിയുടെ അനുമതിയോടെയാണ് ഹൈക്കോടതിയിലേക്ക് പോയത്. വിചാരണ കോടതിയിൽ തള്ളിയാൽ അപ്പീൽ പോവുക സ്വാഭാവികം. നിയമപരമായി വിഷയത്തിൽ പോരാടും. ശല്യക്കാരനായ വ്യവഹാരിയല്ല മാത്യു. ഈ തെരഞ്ഞെടുപ്പിൽ LDFന്റെ പരാജയത്തിന് ഒരു കാരണമാണ് മാസപ്പടിയെന്നും VD സതീശൻ പറഞ്ഞു. കാഫിറെന്ന കള്ളപ്രചരണം നടത്തിയത് CPM ആണ്. സംഘപരിവാർ നാണിച്ചുപോകുന്ന നടപടിയാണ് CPM ചെയ്തത്. ജയിക്കാൻ എന്ത് വൃത്തികേടും ചെയ്യുന്ന സംഘമായി CPM മാറിയെന്നും സതീശൻ ആരോപിച്ചു. ആർക്കു വേണമെങ്കിലും പോസ്റ്റർ ഒട്ടിക്കാമെന്ന്
തൃശൂരിലെ പോസ്റ്റർ വിവാദവുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശൻ പ്രതികരിച്ചു. ബോധമില്ലാത്തവരാണ് ഇത്തരം പോസ്റ്ററുകൾ ഒട്ടിക്കുന്നത്. പോസ്റ്ററുകളെ അടിസ്ഥാനപ്പെടുത്തിയല്ല പാർട്ടി രാഷ്ട്രീയ തീരുമാനമെടുക്കുന്നതെന്നും മാധ്യമങ്ങൾ ചെന്ന് ദൃശ്യങ്ങൾ പകർത്തുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ കൂടുതലായി പതിക്കുന്നതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും കൊക്കക്കോള കമ്പനിയുടെ കങ്കാണിമാരായാണ് പ്രവർത്തിച്ചതെന്ന് പ്ലാച്ചിമട കൊക്കക്കോള വിരുദ്ധ സമരസമിതി. ഇരകൾക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാര തുക ഒഴിവാക്കാനുള്ള ഗൂഢാലോചനയുടെ ഫലമായാണ് കമ്പനി 35 ഏക്കർ സ്ഥലം സർക്കാരിന് വിട്ടുകൊടുത്തതെന്ന് സമരസമിതി ചെയർമാൻ വിളയോടി വേണുഗോപാൽ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പ്ലാച്ചിമട കോള കമ്പനി ഇരകൾക്ക് നൽകേണ്ട 216.26 കോടി നഷ്ടപരിഹാര തുകയിൽ നിന്ന് കമ്പനിയെ രക്ഷിക്കാനാണ് പിണറായി വിജയനും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ഗൂഢാലോചന നടത്തിയത്. ഇതിന്റെ ഫലമായാണ് കമ്പനി 35 ഏക്കർ സ്ഥലം സർക്കാരിന് വിട്ടുകൊടുത്തതെന്നും വിളയോടി വേണുഗോപാൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പ്ലാച്ചിമട പ്രദേശത്തെ മണ്ണിനെയും മനുഷ്യനെയും നശിപ്പിച്ച കോള കമ്പനിക്കെതിരെ 21 വർഷം മുമ്പാണ് സമരം ആരംഭിച്ചത്. ശക്തമായ സമരത്തിന് മുന്നിൽ മുട്ടുമടക്കിയ കോള കമ്പനിക്കെതിരെ ഗുരുതരമായ 4 കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയിരുന്നു. കൃഷി, ജലസേചനം, തൊഴിൽ, പുനരധിവാസം എന്നിവയ്ക്കായി 216.26 കോടി രൂപയുടെ നഷ്ടപരിഹാരം നൽകണമെന്ന് 2010 LDF സർക്കാർ നിയോഗിച്ച സമിതി കണ്ടെത്തിയിരുന്നു. ഇരകൾക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സമരപ്പന്തലിൽ വന്ന് പ്രസംഗിച്ച ഇടതുമുന്നണി അധികാരം കിട്ടിയതോടെ കമ്പനിയുടെ ദല്ലാളന്മാരായി മാറി. നഷ്ടപരിഹാര ട്രിബ്യൂണലിൽ ബില്ല് കേന്ദ്ര സർക്കാർ പാസാക്കാതിരുന്നതിന് പിന്നിലും പകരം സംവിധാനം ഇടതു സർക്കാർ നടപ്പാക്കാതിരുന്നതിനും പിന്നിലുള്ള കാരണം ഇതാണ്. കോള കമ്പനി സ്ഥലം സർക്കാർ ഏറ്റെടുക്കാതെ കമ്പനി സ്ഥലം സർക്കാരിന് വിട്ടുകൊടുത്തതിന് പിന്നിൽ നടന്നത് ഇരകളെ വഞ്ചിക്കാൻ നടത്തിയ ഗൂഢാലോചനയാണ്. 1 വർഷമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്ഥലം MLA കൂടിയായ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി എന്നിവർ കമ്പനി അധികൃതരുമായി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് വെളിച്ചത്ത് വന്നത്. കുത്തകകൾക്കെതിരെ സമരത്തിനിറങ്ങുന്ന LDF ആണ് കോള കമ്പനിക്ക് വേണ്ടി ഇരകളെ വേട്ടയാടിയത്. ഇരകൾക്കൊപ്പം നിന്ന് വേട്ടക്കാരനെ സംരക്ഷിക്കുന്ന പിണറായി സർക്കാരിന്റെ നെറുകേടിനെതിരെ സമരം തുടരുമെന്നും നിയമപരമായി ഇതിനെ നേരിടുമെന്നും വിളയോടി വേണുഗോപാൽ പറഞ്ഞു. അതിൽ കൂടുതൽ സംഖ്യയും അവിടെ നഷ്ടപരിഹാരത്തിൽ 4 നഷ്ടങ്ങൾ കണ്ടെത്തിയതിൽ കർഷകർക്കാണ് 216 കോടി രൂപയിൽ 160 കോടി രൂപയിൽ തന്നെ അവിടെ കർഷകർക്കാണ് നഷ്ടപരിഹാരമായി കിട്ടുന്നത്. കർഷക പ്രേമം പറയുന്നവർ തന്നെ കർഷകരെ വഞ്ചിക്കുന്ന നടപടികളുമായിട്ട് പോണാണ്. അതുകൊണ്ട് അവിടുത്തെ കാർഷികോൽപാദന നഷ്ടവും അതുപോലെ തന്നെ വരും തലമുറയ്ക്കുള്ള ജലസ്രോതസ്സിന്റെ പൊള്ളിയും അവിടുത്തെ ആരോഗ്യ മേഖലയിലും അതുപോലെ കുടിവെള്ളം സംഭരിക്കുവാൻ വേണ്ടിയിട്ടുള്ള തൊഴിൽ നഷ്ടവും എല്ലാം കണക്കാക്കിയിട്ടാണ്. അപ്പൊ ഈ 216 കോടി 24 ലക്ഷം രൂപ അവിടുത്തെ അടിസ്ഥാന വർഗത്തെ അടിച്ചമർത്തപ്പെട്ട അവഗണിക്കപ്പെട്ട ആദിവാസികളുടെ അപ്പോസ്തരം എന്ന് പറയുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പിണറായി തമ്പുരാനും കൃഷ്ണൻകുട്ടി മുതലാളിയും കൂടി വലിയ മാടമ്പികളെ പോലെ അവിടുത്തെ ഈ അടിസ്ഥാന വർഗത്തെ വഞ്ചിച്ചിരിക്കുകയാണ്. സമരസമിതി കൺവീനർ M. സുലൈമാൻ, കോള സമരനായിക മൈലമ്മയുടെ മകൻ M. തങ്കവേലു, അമ്പലക്കാട് വിജയൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോഴിഫാമിന് സുരക്ഷയൊരുക്കാൻ അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് വയോധികയ്ക്ക് ദാരുണാന്ത്യം. ഒറ്റപ്പാലം പനമണ്ണ അമ്പലവട്ടം പാലക്കത്തൊടിയിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ പാറുക്കുട്ടിയാണ് മരിച്ചത്. ക്ഷീര കർഷകയായ പാറുക്കുട്ടി സൊസൈറ്റിയിൽ പാൽ നൽകി തിരികെ വരുന്നതിനിടെയാണ് അപകടം. രാവിലെ 7 മണിയോടെ ക്ഷീരസംഘത്തിലേക്ക് പാലുമായി പോയതായിരുന്നു പാറുകുട്ടി. ഇതിനുശേഷം ഇവർ ഏറെ വൈകിയിട്ടും വീട്ടിൽ തിരിച്ചെത്തിയില്ല. ചില ദിവസങ്ങളിൽ ഇതുപോലെ വൈകാറുള്ളതിനാൽ വീട്ടുകാർ അന്വേഷിച്ചു പോയതുമില്ല. രാത്രിയായിട്ടും പാറുകുട്ടി വീട്ടിൽ തിരിച്ചെത്താതായതോടെയാണ് ബന്ധുക്കൾ അന്വേഷിച്ചിറങ്ങിയത്. അയൽവാസികളുടെ സഹായത്തോടെ നടത്തിയ തിരച്ചിലാണ് വീടിന് ഏകദേശം 100 മീറ്റർ അപ്പുറമുള്ള സ്വകാര്യ വ്യക്തിയുടെ കോഴിഫാമിൽ പാറുകുട്ടിയെ ഷോക്കേറ്റ് കിടക്കുന്ന നിലയിൽ കാണുന്നത്. സമീപത്ത് പശുവിനു വേണ്ടി ശേഖരിച്ച പുല്ലും പാൽപാത്രവും ചിതറിക്കിടന്നിരുന്നു. ബോധരഹിതയായി കിടന്നിരുന്ന പാറുകുട്ടിയുടെ സമീപത്തേക്ക് ഓടിയെടുക്കാൻ ശ്രമിച്ച ഭർത്താവ് ഉണ്ണികൃഷ്ണന്റെ കയ്യിന് ഷോക്കേറ്റതോടെയാണ് വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് ഇവർ വീണ് കിടക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞത്. അപ്പം ഞാൻ ഈ പുല്ല് ഈ കൈ കൊണ്ടിട്ട് മാറ്റിയാക്കുമ്പോഴാണ് എൻ്റെ കൈ നല്ല തരിപ്പുണ്ടായി. അപ്പോൾ എനിക്ക് ലെവലില്ല തോന്നി. അപ്പം ഞാൻ എൻ്റെ ടോർച്ച് കൊണ്ട് അടിച്ചു നോക്കുമ്പോൾ ചെറിയൊരു കമ്പി പൊട്ടിയതിൻ്റെ ഇവളുടെ വയറിൻ്റെ അടിയിലാണ്. അപ്പോഴേക്ക് ഈ സംഭവം മനസ്സിലായി. ഇവർ കറണ്ട് വെക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ ആവണം എന്ന് കണക്കാക്കിയിട്ട് അപ്പോഴേക്ക് ഈ പിള്ളേരൊക്കെ ഓടി വന്നു. അപ്പോൾ ആർക്കും അങ്ങോട്ട് കടക്കാൻ പേടിയാണ്. അപ്പോൾ അതിലത്തെ ഒരുത്തൻ
മെല്ലെ കടന്ന് ഈ കമ്പിയുടെ മേലെ ചാടി പോയിട്ട് അപ്പം ഇയാൾ നല്ലോണം ഉറക്കാം ഇന്ത്യക്കാരൻ. അവനെ വിളിച്ചു കൊടുന്ന് മൊത്തം ഓഫ് ചെയ്യിച്ചു. അപ്പോൾ അവനോട് ഹിന്ദിയിൽ അവൻ ചോദിച്ചു, ഇതെന്താ ഈ ഓഫാക്കിയിട്ടില്ലേ ചോദിച്ചു. അയ്യോ ഞാൻ ഉറങ്ങിപ്പോയി, തൂങ്ങിയിട്ടേന്ന് പറഞ്ഞു. ഇവിടെ തമിഴിൽ അവൻ ഇന്ത്യക്കാരനാണ്. നല്ല തൂങ്ങിയിട്ട് തെറ്റുപറ്റിപ്പോയി. ഈ വാക്കാണ് അവൻ പോലീസുകാരോടും പറഞ്ഞത്. ഉടൻ തന്നെ ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് ഫാം ജീവനക്കാരെ വിളിച്ചുണർത്തി വൈദ്യുതി ലൈൻ ഓഫ് ചെയ്യുകയായിരുന്നു. എന്നാൽ അപ്പോഴേക്കും പാറുകുട്ടിയുടെ മരണം സംഭവിച്ചിരുന്നു. പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോൺഗ്രസ് നേതാവ് TN പ്രതാപനെതിരെ തൃശൂരിൽ വീണ്ടും പോസ്റ്റർ. DCC ഓഫീസിന് മുന്നിലും പ്രസ് ക്ലബ്ബ് റോഡിലുമാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. തൃശൂരിലെ പോസ്റ്റർ പ്രചരണത്തിനു പിന്നിൽ കോൺഗ്രസ് പ്രവർത്തകരാകാൻ സാധ്യതയില്ലെന്ന് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ TN പ്രതാപനെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാണ് പോസ്റ്ററിലെ പ്രധാന ആവശ്യം. RSS സംഘപരിവാർ ഏജന്റ് TN പ്രതാപനെ ഒറ്റപ്പെടുത്തുക, മണലൂർ കണ്ട് പനിക്കേണ്ട പ്രതാപ തുടങ്ങിയ വാചകങ്ങളാണ് പോസ്റ്ററിലുള്ളത്. TN പ്രതാപൻ കോൺഗ്രസിന്റെ ശാപമാണെന്നും പോസ്റ്ററിൽ കുറ്റപ്പെടുത്തുന്നു. തെരഞ്ഞെടുപ്പ് തോൽവി അന്വേഷിക്കാൻ 3-അംഗ സമിതി തൃശൂർ DCCയിൽ തെളിവെടുപ്പിന് എത്തിയതിനിടെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. അതേസമയം തൃശൂരിലെ പോസ്റ്റർ പ്രചരണത്തിന് പിന്നിൽ പാർട്ടി പ്രവർത്തകരാകാൻ സാധ്യതയില്ലെന്ന് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ പ്രതികരിച്ചു. കർശന നിർദ്ദേശത്തിന് ശേഷവും പോസ്റ്റർ ഒട്ടിച്ച സാഹചര്യം പരിശോധിക്കുമെന്നും DCC പ്രസിഡന്റ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി മുനിസിപ്പൽ ടവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മുഹസിൻ MLA സ്ഥലം സന്ദർശിച്ചു. പൈലിംഗ് പ്രവർത്തികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. 9,65 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മുനിസിപ്പൽ ടവർ നിർമ്മാണം. മുഴുവനായും സെൻട്രലൈസ്ഡ് AC ആക്കുന്ന കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പൽ ടവറാണ് പട്ടാമ്പിയിലേതെന്ന് MLA പറഞ്ഞു. പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ മത്സ്യമാർക്കറ്റ് സമീപമാണ് മുനിസിപ്പൽ ടവർ നിർമ്മാണം നടക്കുന്നത്. കിഫ്ബി ഫണ്ടിൽ നിന്നും 9,65 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ടവർ നിർമ്മിക്കുന്നത്. ഊരാളുകൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. ഇപ്പോൾ ടെസ്റ്റ് പൈലിംഗ് നടത്തി ബലപരിശോധന ഉറപ്പുവരുത്തുന്ന പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. ആകെ 39 ടെസ്റ്റ് പൈലിംഗ് ആണ് ആവശ്യമായി വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ അടക്കം 5 നിലകളിലായാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് മുഹമ്മദ് മുഹസിൻ MLA, പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി എന്നിവർ നിർമ്മാണ സ്ഥലം സന്ദർശിച്ച പ്രവൃത്തികൾ വിലയിരുത്തി. കെട്ടിടം പൂർത്തിയാവുന്നതോടെ മുഴുവനായും എയർ കണ്ടീഷൻ ചെയ്ത കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പൽ ടവർ പട്ടാമ്പിയിലേതായിരിക്കുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഓരോ മുനിസിപ്പൽ ഓഫീസിൻ്റെ അകത്തുള്ള ഓരോ സെക്ഷനുകൾക്കും പ്രത്യേകമായിട്ടുള്ള ഓഫീസുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ആളുകൾക്ക് ഇരിക്കാനും പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് വെയിറ്റിംഗ് ഏരിയ അടക്കമുള്ള സൗകര്യങ്ങളുണ്ടാവും. പുറത്തും അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് ഏറ്റവും ആധുനികമായിട്ടുള്ള ഓഫീസ് സൗകര്യമാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ വളരെ വേഗത്തിൽ ആളുകൾക്ക് ഫയൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. ഈ മുനിസിപ്പൽ ടവർ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി പട്ടാമ്പി മുനിസിപ്പാലിറ്റി ഇങ്ങോട്ട് മാറുമ്പോൾ വലിയൊരു മാറ്റം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, പട്ടാമ്പി മുനിസിപ്പാലിറ്റി ടൗണിൻ്റെ ആസ്ഥാനം എന്നുള്ള നിലക്ക് ആ മുനിസിപ്പാലിറ്റിയുടെ ആസ്ഥാനം ഇങ്ങോട്ട് മാറുമ്പോൾ പട്ടാമ്പി ടൗണിൻ്റെയും ചില രൂപഭാവങ്ങളിലൊക്കെ മാറ്റം വരുമെന്നതിൽ സംശയമില്ല. ഓരോ സെക്ഷനും പ്രത്യേകം ഓഫീസുകൾ കെട്ടിടത്തിൽ സജ്ജീകരിക്കും. പൊതുജനങ്ങൾക്ക് ഇരിക്കുന്നതിനും മറ്റുമായുള്ള സൗകര്യങ്ങളും കെട്ടിടത്തിലുണ്ടാവും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്ന് പ്രതീക്ഷ. 3 കോടിയോളം രൂപയാണ് ഇതിനായി വേണ്ടിവരികയെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യമനിലെ ഗോത്രവർഗവുമായി സന്ധി സംഭാഷണം നടത്താനും മധ്യസ്ഥത വഹിക്കാനും വഴി തെളിഞ്ഞതാണ് ആശ്വാസമായതെന്ന് ആക്ഷൻ കൌൺസിൽ രക്ഷാധികാരി മൂസ മാസ്റ്റർ പറഞ്ഞു. വധശിക്ഷാ ഉത്തരവ് യമൻ പ്രസിഡന്റിന്റെ മേശപ്പുറത്താണെങ്കിലും മോചനത്തിനായി കൊല്ലപ്പെട്ട പൗരന്റെ കുടുംബവുമായി സംഭാഷണം നടത്താനും ഇതിന് വക്കീൽ ഉൾപ്പെടുന്ന സംഘത്തെ നിയോഗിക്കാനും കഴിഞ്ഞത് ആശ്വാസമാണ്. ദയാധനം വാങ്ങാൻ യമൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ ദയാധനം നൽകുന്നതിന് മുന്നോടിയായി $40,000 ചിലവ് വരും. മോചനത്തിനും മുന്നോടിയായി വരുന്ന സാമ്പത്തികമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. പണം കയ്യിലുണ്ടെന്ന് ഗോത്രസമൂഹത്തെയും മധ്യസ്ഥത വഹിക്കുന്നവരെയും മുൻകൂട്ടി ബോധ്യപ്പെടുത്തണം. 2014 യമനി കൊല്ലപ്പെട്ട കേസിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. തൻ്റെ ഭാഗം വ്യക്തമാക്കാൻ ഭാഷ വശമില്ലാത്തതും വക്കീലിനെ ലഭിക്കാത്തതും യമനിൽ ഇന്ത്യൻ എംബസി ഇല്ലാത്തതും നിമിഷയ്ക്ക് തിരിച്ചടിയായി. യമനിൽ നിന്ന് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി, കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ അഭിഭാഷകൻ എന്നിവരും ഓൺലൈനായി
വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എല്ലാവർക്കും ആയിരം നന്ദി. എല്ലാവരും കൈകോർത്ത് പിടിച്ച് നിമിഷയുടെ മോചനത്തിന് വേണ്ടി എത്ര തുകകളാണ് ആവശ്യപ്പെടുന്നത് അതൊക്കെ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. എല്ലാവരും കൂടി കൈകോർത്ത് പിടിച്ച് അവളെ മോചിപ്പിച്ച് എത്രയും വേഗം രക്ഷിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. യമനിൽ ഇത്തരമൊരു സംഭവം ആദ്യമാണ്. ദയാധനം സ്വീകരിക്കുന്നതിനു മുമ്പ് 3 ഘട്ടങ്ങളുണ്ട്. ഗോത്രങ്ങൾ തമ്മിലെ ചർച്ച തുടങ്ങുന്നതാണ് ആദ്യഘട്ടം. ഇതിന് $20,000 ചിലവ് വരും. രണ്ടാം ഘട്ടത്തിനും ഇതേ ചിലവ് വരും. മൂന്നാമതാണ് ദയാധനം കൈമാറുന്നത്. ഏകദേശം 2.5 കോടി രൂപയാണ് ആവശ്യമായി വരിക. മോചനത്തിനായി 3 കോടി രൂപ ആകെ സമാഹരിക്കേണ്ടി വരും. മീഡിയേഷൻ ചെയ്യുന്ന ആളുകൾ തയ്യാറാക്കുന്ന ടീം അവർ നമ്മൾ സംസാരിക്കും. അതിന് ആ ഗോത്രം അംഗീകരിക്കുകയാണ്. ശരി, മാപ്പപേക്ഷ കൊടുക്കാം, നിങ്ങളിനി കുടുംബത്തിന് ദയാപണം കൊടുക്കാൻ തയ്യാറാവുന്നതായിട്ട് കുടുംബവുമായി സംസാരിക്കുക. മൂന്നാമത്തെ ഘട്ടം. ആ കുടുംബവുമായി സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് ഈ നെഗോസിയേഷനിലുള്ള ഈ ദയാപണം സ്വീകരിക്കാൻ അപ്രൂവൽ കിട്ടി. പക്ഷെ തുക തീരുമാനിക്കേണ്ട അവരാണ്. അവരെത്ര ആവശ്യപ്പെടുമെന്നുള്ളതാണ്. അതിന് നമ്മൾ കണ്ടമാനം ആവശ്യപ്പെടില്ല. കാരണം ഗോത്രത്തിന് അവരുടേതായ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം മുൻകാല അനുഭവം വെച്ചിട്ട് പരമാവധി പോയി കഴിഞ്ഞാൽ ഒരു 2 കോടി മുതൽ 2.5 കോടി വരെ രൂപക്ക് കണക്കായ തുകയാണ് അവർ ആവശ്യപ്പെടാറ്. ഇത് ഗസ് വർക്കാണ്. ഇതിൽ മാറ്റം ഉണ്ടാവാം. മൂന്നാമത്തെ തുക. പക്ഷെ ആദ്യത്തെ 2 തുക, ആദ്യം $20,000 പ്രീ നെഗോസിയേഷനുള്ള ചെലവ് നമ്മൾ ചെലവ് ചെയ്തേ പറ്റും. അത് വിജയിച്ചാൽ രണ്ടാമത്തെ $20,000 നെഗോസിയേഷന് വേണ്ടിയുള്ളത്. നെഗോസിയേഷൻ നടപടികൾക്ക് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ നേതൃത്വം നൽകും. അമ്മയ്ക്ക് വേണ്ടി പവർ ഓഫ് അറ്റോർണിയായി ഇന്ത്യൻ വംശജനും യമൻ പൗരനുമായ സാമുവൽ ജെറോമാണ് ഹാജരാവുക. ആക്ഷൻ കൗൺസിൽ രക്ഷാധികാരി കെ ബാബു MLA, എക്സിക്യൂട്ടീവ് അംഗം കുഞ്ഞഹമ്മദ് കൂരാച്ചുണ്ട് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ ഉൾപ്പെടുന്ന നെടുമ്പുര ശുപ്പുകുട്ടി മേനോൻ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധവുമായി ബിജെപി വള്ളത്തോൾ നഗർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരം SC മോർച്ച തൃശൂർ ജില്ലാ പ്രസിഡന്റ് VC ഷാജി ഉദ്ഘാടനം ചെയ്തു. ഇനിയും വലിയ സമരപരിപാടികളിലേക്ക് പാർട്ടിക്ക് പോകേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ ഈ ജനകീയ പ്രതിഷേധം, ഈ പ്രതിഷേധ സമരങ്ങൾ കണ്ടുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്ത് പ്രസിഡന്റും അടിയന്തര നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ റോഡുകൾ എത്രയും പെട്ടെന്ന് പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം. നമുക്കറിയാം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒട്ടനവധി റോഡുകള്, പാലങ്ങള്, കൾവർട്ടുകള് തുടങ്ങിയ നിരന്തര പണി, കോടിക്കണക്കിന് രൂപയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുക. പ്രതിഷേധ സമരത്തിൽ BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രബിത നന്ദകുമാർ അധ്യക്ഷയായി. മണ്ഡലം സെക്രട്ടറി PG രതീഷ് മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് PR രാജകുമാർ, മണ്ഡലം സെക്രട്ടറി ലിജിത ഷാജി, BJP പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് CP നാരായണൻ, യുവമോർച്ച പ്രസിഡന്റ് KR രഗിൽ, ജനറൽ സെക്രട്ടറി സജീഷ്, യുവമോർച്ച പഞ്ചായത്ത് സെക്രട്ടറി ഷെജീം, M ധനേഷ്, കൃഷ്ണദാസ്, അഖിൽ, പ്രവീൺ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി VG പ്രദീപ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് ധന്യ നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണാർക്കാട് വനാതിർത്തിയോട് ചേർന്ന സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ പുള്ളിപ്പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്ന് സ്ഥലത്തെത്തിയ ഫോറസ്റ്റ് അധികൃതർ അറിയിച്ചു. പാലക്കയം ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിൽ പൂഞ്ചോല മാന്തോണി ഭാഗത്താണ് സംഭവം. വനത്തോട് ചേർന്ന് വെട്ടുകുന്നേൽ VT ചാക്കോ എന്ന വ്യക്തിയുടെ തോട്ടത്തിലാണ് 3 ദിവസം പഴക്കമുള്ള പുലിയുടെ ജഡം കണ്ടെത്തിയത്. ഏകദേശം 5 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുലിയാണ് ചത്തതെന്ന് ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അറിയിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ. വെറ്റിനറി സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചേലക്കരയിൽ മക്കൾക്ക് പെരുന്നാൾ വസ്ത്രവുമായി എത്തിയ പിതാവിനെ മർദ്ദിച്ച സംഭവത്തിൽ ഭാര്യാപിതാവ് പിടിയിൽ. ചേലക്കോട് കായ്ക്കറിക്കുന്നത്ത് വീട്ടിൽ 63 വയസ്സുള്ള മൊയ്തുവിനെയാണ് ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്ത് വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് ചേലക്കോട് കുണ്ടപ്പാടം വീട്ടിൽ സുലൈമാന് മർദ്ദനമേറ്റത്. സുലൈമാന്റെ പരാതിയിലാണ് നടപടി. കുടുംബവഴക്കിനെ തുടർന്ന് 4 മാസമായി ഭാര്യയുമായി അകന്ന് താമസിക്കുന്ന സുലൈമാൻ മക്കൾക്ക് പെരുന്നാൾ വസ്ത്രം നൽകാനായി ഞായറാഴ്ച വൈകിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം നടക്കുന്നത്. വീടിന്റെ മുൻവശത്ത് 5 വയസ്സ് പ്രായമുള്ള രണ്ടാമത്തെ മകളുമായി സംസാരിച്ചുകൊണ്ടിരുന്ന സുലൈമാനെ റസിയയുടെ മാതാപിതാക്കൾ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ സുലൈമാൻ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്.
സുലൈമാനെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. സുലൈമാന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചേലക്കര പോലീസ് നടത്തിയ തുടരന്വേഷണത്തിലാണ് ഭാര്യാപിതാവ് മൊയ്തുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂരിൽ വർഷങ്ങളായി ഇറിഗേഷൻ വകുപ്പിന്റെ അനാസ്ഥ മൂലം ഗതാഗത യോഗ്യമല്ലാതിരുന്ന റോഡിന് ശാപമോക്ഷമാകുന്നു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡിലെ വിഷ്ണു ക്ഷേത്രം എടത്തൊടി കനാൽ റോഡിനാണ് ഇറിഗേഷൻ വകുപ്പ് പ്രവർത്തനാനുമതി നൽകിയത്. ഇറിഗേഷന്റെ അനാസ്ഥ മൂലം ഇവിടെ നിരവധി കുടുംബങ്ങളാണ് വർഷങ്ങളായി യാത്രാ ദുരിതം പേറി കഴിയുന്നത്. 4 വർഷത്തോളമായി കനാൽ റോഡിന് പെർമിഷൻ ലഭിക്കാത്തതിനാൽ മുരടിച്ചു കിടക്കുകയായിരുന്നു റോഡ്. തൊഴിലുറപ്പ് പദ്ധതിയിലാണ് കനാൽ റോഡ് പ്രവൃത്തികൾ നടക്കുന്നത്. ഇനിയും ഇതേ സ്ഥലത്ത് ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഫണ്ട് നീക്കിവെച്ച കനാൽ റോഡുകൾക്ക് ഇനിയും അനുമതി ലഭിച്ചിട്ടില്ലെന്ന് വാർഡംഗം VM അൻവർ സാദിഖ് പറഞ്ഞു. ഇറിഗേഷന്റെ അനാസ്ഥ മൂലം വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന റോഡുകൾ ഇനിയും പഞ്ചായത്തിലുണ്ട്. ഇതുമൂലം യാത്രക്കാരാണ് പ്രയാസപ്പെടുന്നത്. മുടങ്ങിക്കിടന്ന റോഡുകൾക്കെല്ലാം അനുമതി നൽകണമെന്നും ഇറിഗേഷൻ അധികൃതർ ഇക്കാര്യത്തിൽ വളരെ വേഗത്തിലുള്ള നടപടിയെടുക്കണമെന്നും VM അൻവർ സാദിഖ് ആവശ്യപ്പെട്ടു. ഇല്ലാത്ത ന്യൂനതകൾ പറഞ്ഞുകൊണ്ട്, സാങ്കേതികത്വത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ മുടങ്ങിക്കിടക്കുന്ന ഈ അവസ്ഥയ്ക്കെതിരെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഇറിഗേഷൻ്റെ അധികാരികൾ ജാഗ്രത പുലർത്തി എത്രയും വേഗം മണ്ണൂർ പഞ്ചായത്തിലെ മുടങ്ങിക്കിടക്കുന്ന റോഡുകൾക്ക് പെർമിഷൻ തന്ന് റോഡ് പണി പൂർത്തീകരിക്കാൻ സഹായിക്കണം. അത് ജനങ്ങളുടെ അഭ്യർത്ഥനയാണ്. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഇതിനെതിരെ ശക്തമായി സമരങ്ങളുമായി മുന്നോട്ട് പോവേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാടനാംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ തുക സമാഹരിച്ച സ്കൂളിൽ സ്ഥാപിച്ച CCTVയുടെ പ്രവർത്തനോദ്ഘാടനവും MLA ഇതിനോടനുബന്ധിച്ച് നിർവഹിച്ചു. വാരണാസി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC, +2, USS പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായാണ് വിജയോത്സവം സംഘടിപ്പിച്ചത്. മുഹമ്മദ് മുഹസിൻ MLA വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. വാരണാസി ഹയർ സെക്കൻഡറി സ്കൂൾ എല്ലാ മേഖലയിലും വളരെ മികച്ച പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. വരുന്ന വർഷങ്ങളിൽ കൂടുതൽ നേട്ടങ്ങൾ കൊയ്യാനുള്ള പ്രവർത്തനങ്ങളുമായി പോകുന്നു. ഇവിടെ പുതിയൊരു കെട്ടിടം നമ്മൾ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം LP സ്കൂളിലും ഹൈസ്കൂളിലും കെട്ടിടങ്ങൾ വന്നു. ഇനിയും കെട്ടിടം ഈ വർഷം കുറച്ച് കെട്ടിടങ്ങളുടെ കൂടി നിർമ്മാണം നടക്കും എന്ന കാര്യം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് വലിയ മാറ്റം നമ്മുടെ വിദ്യാലയത്തിൽ ഉണ്ടാകും. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ MLA വിതരണം ചെയ്തു. 2 USS വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആകെ 55 പേർക്കാണ് ഉപഹാരങ്ങൾ സമ്മാനിച്ചത്. ചടങ്ങിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജലജ ശശികുമാർ, പ്രിയ പ്രശാന്ത്, PTA പ്രസിഡന്റും മെമ്പറുമായ K അശോകൻ, പ്രിൻസിപ്പൽ ബീന, ഹെഡ് മിസസ് ഗീത, ബാലൻ, അധ്യാപിക ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിലെ വിവിധ വർഷങ്ങളായി പഠിച്ച SLC ബാച്ചുകാർ സമാഹരിച്ച തുക കൊണ്ട് സ്ഥാപിച്ച CCTV ക്യാമറയുടെ പ്രവർത്തന ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. 10 സ്ഥലങ്ങളിലായാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. നിരത്ത കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ INTUC പാലക്കാട് ജില്ലാ സമ്മേളനം നടന്നു. 27ാം വാർഷികത്തോടനുബന്ധിച്ച് കോങ്ങാട് സംഘടിപ്പിച്ച സമ്മേളനം DCC പ്രസിഡന്റ് തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളെ മറന്നുകൊണ്ട് ഒരു സർക്കാരിനും മുന്നോട്ടു പോകാനാകില്ലെന്നും അതിന്റെ പരിണിത ഫലമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാണാനായതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഈ കേരളത്തിലെ നിങ്ങൾ ഉൾപ്പെടെയുള്ള നിങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ട് എത്ര കാലമോ 10-13 മാസമായില്ലേ? അല്ലേ? 13 ആയിക്കോട്ടെ. അപ്പോ നിങ്ങൾക്ക് പെൻഷൻ നിർത്തിവെക്കുക, നിങ്ങളുടെ ആനുകൂല്യങ്ങൾ നിർത്തിവെക്കുക. അത് മാത്രമല്ല, നിങ്ങളുടെ ക്ഷേമ പെൻഷന്റെ പൈസ ഗവൺമെന്റ് ദുരുപയോഗം എടുത്ത് മാറ്റിയിട്ടുണ്ട്. എത്രയെന്ന് നല്ലത് പറയും. മിക്ക തൊഴിലാളി സംഘടനകളിലെയും അവരുടെ ക്ഷേമ പെൻഷൻ പൈസ വകമാറ്റിക്കൊണ്ട് ഗവൺമെന്റിലോട്ട് പോകും. അത് നിങ്ങളെ മാത്രമല്ല, ഞാൻ പറഞ്ഞത് ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിൽ മാറ്റി നിർത്തി. ഇവിടെ ഒരു കാലത്ത് ഞാൻ എനിക്ക് ഓർമ്മയുള്ള ശിവദാസ് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല, ഒരു അവാർഡ് ഗോപാലകൃഷ്ണൻ. സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി ഗിരിജാദേവി അധ്യക്ഷയായി. ആശാ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ചിങ്ങന്നൂർ മനോജ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന പ്രസിഡന്റ് KA ബാലകൃഷ്ണൻ, DCC അംഗം CN ശിവദാസ്,
INTUC റീജിയണൽ പ്രസിഡന്റ് PS ഉണ്ണികൃഷ്ണൻ, ഗാന്ധി ദർശൻ വേദി ജില്ലാ ചെയർമാൻ PP വിജയകുമാർ, അസംഘടിത തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MP ശോഭന, സംസ്ഥാന സെക്രട്ടറി N സന്തോഷ് കുമാർ, പുഷ്പലത, TU മുരളീകൃഷ്ണൻ, TV രാമദാസ്, ഹരിഗോവിന്ദൻ, TC സന്തോഷ്, പഞ്ചായത്ത് അംഗങ്ങളായ CO സദാനന്ദൻ, PA കൃഷ്ണൻകുട്ടി, ശോഭ വാസുദേവൻ, CA കൃഷ്ണകുമാർ, വേലായുധൻ മാസ്റ്റർ, KS സുന്ദരേശൻ, ഉഷാകുമാരി, പൊന്നുകുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കലാകാരികളെ ആദരിച്ചു. തുടർന്ന് കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ബസ്സിൽ കുഴഞ്ഞുവീണ യാത്രക്കാരനെ കൃത്യസമയത്ത് ആശുപത്രിയിലെത്തിച്ച് ജീവൻ രക്ഷിച്ച സ്വകാര്യ ബസ് ജീവനക്കാർക്ക് ഒറ്റപ്പാലം നഗരസഭയുടെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ആദരം. ഡ്രൈവറെയും കണ്ടക്ടറെയും പ്രത്യേക ഉപഹാരം നൽകിയാണ് ആദരിച്ചത്. ബസ്സിൽ കുഴഞ്ഞുവീണ യാത്രക്കാരനെ കൃത്യസമയത്ത് ആശുപത്രിയിലെത്തിച്ച് രക്ഷിച്ച പാലക്കാട് വളാഞ്ചേരി റൂട്ടിലോടുന്ന നിനു സ്റ്റാർ ബസ് ജീവനക്കാരായ ഡ്രൈവർ ചാത്തന്നൂർ സ്വദേശി AB മനാഫ്, കണ്ടക്ടർ പട്ടാമ്പി കൊടലൂർ സ്വദേശി C അലിമോൻ എന്നിവരെയാണ് ഒറ്റപ്പാലം നഗരസഭയുടെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും നേതൃത്വത്തിൽ ആദരിച്ചത്. ഒറ്റപ്പാലം നഗരസഭയുടെ ഉപഹാരം നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി, വൈസ് ചെയർമാൻ K രാജേഷ് എന്നിവരും മോട്ടോർ വാഹന വകുപ്പിന്റെ ഉപഹാരം MVI PA അജിത് കുമാറും നൽകി. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K അബ്ദുൽ നാസർ, T ലത, കൗൺസിലർമാരായ K സുരേഷ് കുമാർ, സബിത മണികണ്ഠൻ, P കല്യാണി, AC പുഷ്പലത, C സജിത്ത് എന്നിവർ സംസാരിച്ചു. വ്യക്തികളെ എത്രത്തോളം ആദരിച്ചാലും അംഗീകരിക്കുക. അവരുടെ ആ ഒരു പ്രവർത്തനം മറ്റുള്ളവർക്ക് കൂടി മാതൃകയാണ്. നമുക്കറിയാം, നമ്മുടെ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ വരുന്ന വന്നു പോകുന്ന ബസ്സുകൾ, അവരുടെ പ്രയാസങ്ങൾ എഴുതുന്നതിന് മാത്രമാണ് ബസ് സ്റ്റാൻഡിൽ തന്നെ നിൽക്കാൻ സമയമില്ലാത്ത സമയത്ത് അവർ വേറെ ഒന്നും നോക്കാതെ ഓടുന്ന ആ ഒരു സമയത്തിൻ്റെ ഇടയ്ക്ക് എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഒറ്റ മനസ്സോടുകൂടി അത് ഒരു ജീവൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം നടന്നത്. യാത്രക്കാരനായ വാണിയംകുളം പറമ്പിൽ വീട്ടിൽ 23 വയസ്സുള്ള മണികണ്ഠനെയാണ് കുഴഞ്ഞു വീണതിനെ തുടർന്ന് ബസ് ജീവനക്കാർ ആശുപത്രിയിൽ എത്തിച്ചത്. പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ബസ് ഓങ്ങല്ലൂരിലെത്തിയപ്പോൾ മണികണ്ഠൻ ബസ്സിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. 10ഓളം സ്റ്റോപ്പുകൾ ഒഴിവാക്കി അതിവേഗം രോഗിയെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. വളരെ വേഗം രോഗിയെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകാൻ കഴിഞ്ഞതുകൊണ്ടാണ് ജീവൻ രക്ഷിക്കാനായത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കെട്ടിട നമ്പറും വൈദ്യുത കണക്ഷനും ലഭിച്ചില്ല. 50 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച കോട്ടായി നമ്പർ 1 സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞ് 5 മാസമായിട്ടും തുറന്നു പ്രവർത്തിക്കാനായില്ല. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്ക് ഉത്തമ ഉദാഹരണമാണെന്ന് പ്രദേശവാസികൾ. റവന്യൂ വകുപ്പിന്റെ 2022-23 വർഷത്തെ പ്ലാൻ ഫണ്ടിൽ നിന്നും 50 ലക്ഷം ചെലവഴിച്ച് പണി പൂർത്തീകരിച്ച കോട്ടായി നമ്പർ 1 സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞ് 5 മാസമായിട്ടും പ്രവർത്തിക്കാനാകാതെ അടഞ്ഞുകിടക്കുന്നു. പഴയ വില്ലേജ് ഓഫീസ് കെട്ടിടം പഴകി ദ്രവിച്ചും ചോർന്നൊലിച്ചും തകർച്ചാ ഭീഷണിയിലായതിനെ തുടർന്നാണ് 50 ലക്ഷം ചെലവഴിച്ച് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിട നിർമ്മാണത്തിന്റെ മുഴുവൻ ചുമതലയും നിർമ്മിതി കേന്ദ്രയ്ക്കാണ്. കെട്ടിടത്തിന്റെ നമ്പർ വാങ്ങിക്കുകയും വൈദ്യുതി കണക്ഷൻ എത്തിക്കുകയും ചെയ്യേണ്ടത് നിർമ്മിതി കേന്ദ്രയുടെ ചുമതലയാണ്. പക്ഷേ അവർ അക്കാര്യം പൂർത്തീകരിച്ചില്ലെന്നാണ് ആക്ഷേപമുയരുന്നത്. കെട്ടിടം 2024 ഫെബ്രുവരി 3 റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജനാണ് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞതും അടച്ചിട്ട കെട്ടിടം ഇന്നേ വരെ തുറന്നിട്ടില്ലാത്തത് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയ്ക്ക് മികച്ച ഉദാഹരണമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയത് പ്രഹസനമാണെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. കെട്ടിടത്തിന്റെ നമ്പർ ലഭിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിയും ഇടപെടണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ജെൻഡർ റിസോഴ്സ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. കുടുംബശ്രീ CDS നേതൃത്വത്തിൽ ആരംഭിച്ച റിസോഴ്സ് സെന്ററിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ നിർവഹിച്ചു. ചെറിയ വരുമാനം 50,000 രൂപ കൊടുത്ത് മൃഗസംരക്ഷണത്തിലൂടെയും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ടൈലറിംഗ് ഷോപ്പോ സ്നാക്സ് ഷോപ്പോ കൂടുതൽ കാര്യം ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും കൂടെ നമ്മൾ സ്ത്രീകളെ ആവശ്യമുണ്ട്. അവരുടെ കാര്യശേഷി വർദ്ധിപ്പിക്കാനും വികസനങ്ങൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് അവിടെ എന്തൊക്കെ നേട്ടങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
അപ്പൊ നമുക്ക് എന്തൊക്കെ ഒരു ആവശ്യം അവന്റെ കേമയുടെ ദിവസത്തേക്ക് ആഴ്ചയിൽ ബുധനാഴ്ചകളിലാണ് ഈ TRC സെന്റർ തുടക്കുക. ചന്ദ്രേട്ടൻ പറഞ്ഞ പോലെ കുറെ കാലങ്ങളായി പകൽവീട് അടച്ചുപൂട്ടി പ്രാവുകൾ കൂടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. കേരളശ്ശേരി അമ്പലക്കുന്നിലെ പകൽവീടിലാണ് റിസോഴ്സ് സെന്ററിന് തുടക്കം കുറിച്ചത്. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ OK രാമചന്ദ്രൻ അധ്യക്ഷനായി. ജില്ലാ മിഷൻ കോർഡിനേറ്റർ KK ചന്ദ്രദാസ് മുഖ്യാതിഥിയായി. M അസ്മിയ പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ B ഷാജിദ, PC സുധ തുടങ്ങിയവർ സംസാരിച്ചു. CDF ചെയർപേഴ്സൺ M പ്രമീള സ്വാഗതവും കമ്മ്യൂണിറ്റി കൗൺസിലർ PR ഹേമ നന്ദിയും അറിയിച്ചു. കുടുംബശ്രീ, അംഗൻവാടി വർക്കർ, ആശാ വർക്കർമാർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അഖില കേരള എഴുത്തച്ഛൻ സമാജം കോട്ടായി തെക്കുംകര ശാഖയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന സദസ്സ് അഖില കേരള എഴുത്തച്ഛൻ സമാജം ജില്ലാ സെക്രട്ടറി V ശശീന്ദ്രൻ ഏറാട്ട് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ തെക്കുംകര ശാഖ പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷനായി. ജില്ലാ ട്രഷറർ MC ഗോപാലകൃഷ്ണൻ, യൂത്ത് വിംഗ് സെക്രട്ടറി സ്വാമിനാഥൻ കുത്തന്നൂർ തുടങ്ങിയവർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മുൻകാല സ്ഥാപക പ്രവർത്തകരായ KV രാധാകൃഷ്ണൻ എഴുത്തച്ഛൻ, MR രാജകുമാരൻ എഴുത്തച്ഛൻ, KN വേലായുധൻ എഴുത്തച്ഛൻ, ആണ്ടവൻ എഴുത്തച്ഛൻ കൂട്ടാലക്കളം എന്നിവരെ ആദരിച്ചു. പുതുതായി സർവീസിൽ കയറിയ തുഷാര അനീഷിനെ സ്ഥാപക പ്രവർത്തകൻ KV രാധാകൃഷ്ണൻ എഴുത്തച്ഛൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ശാഖാ സെക്രട്ടറി ശിവദാസൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശാഖാ ട്രഷറർ KV അനീഷ് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ ത്രാങ്ങാലിയിൽ അക്ഷരലക്ഷ ഗായത്രി മഹായാഗം ജൂൺ 21 ആരംഭിക്കും. കേരള ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീകൾ അരണി കടഞ്ഞ് ആരംഭിക്കുന്ന വൈദിക യാഗമാണ് ത്രാങ്ങാലിയിൽ 24 ദിവസങ്ങളിലായി നടക്കുകയെന്ന് സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈദിക പഠന കേന്ദ്രമായ ഗായത്രി ഗുരുകുലത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഷൊർണൂർ ത്രാങ്ങാലിയിൽ അക്ഷരലക്ഷ ഗായത്രി മഹായാഗം നടക്കുക. ജൂൺ 21 വെള്ളിയാഴ്ച തുടങ്ങുന്ന യാഗം ജൂലൈ 16 സമാപിക്കും. 24 ദിവസങ്ങൾ കൊണ്ട് 24 ലക്ഷം ഒരു ഗായത്രി മന്ത്രം ഹോമിക്കുന്ന അതിവിശിഷ്ടമായ യാഗമാണിത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ പ്രാധാന്യമാണ് യാഗത്തിൽ നൽകുക. വേദങ്ങൾ പഠിക്കാനും അനുഷ്ഠിക്കാനും എല്ലാവർക്കും ഒരുപോലെ അധികാരവും അവകാശവുമുണ്ട് എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ഗായത്രി ഗുരുകുലം ഗായത്രി മഹായാഗം നടത്താൻ നിശ്ചയിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു. അരുൺ പ്രഭാകരനാണ് യജ്ഞാചാര്യൻ. 21 രാവിലെ 5 മണിക്ക് ഋഗ്വേദ സ്വസ്തി വചനത്തോടെ യാഗം ആരംഭിക്കും. തുടർന്ന് ധ്വജാരോഹണവും മഹാഗണപതി ഹോമവും നടക്കും. ലളിതാ സഹസ്രനാമ പാരായണത്തോടുകൂടിയാണ് ആദ്യ ദിവസത്തെ യാഗം സമാപിക്കുക. ഇതേ ക്രമത്തിൽ 24 ദിവസങ്ങളിലായി യാഗം തുടരും. ജൂലൈ 14, 15, 16 തീയതികളിൽ ഗായത്രി നവരാത്രിയോടനുബന്ധിച്ച് വിശേഷ പൂജകളും യജ്ഞങ്ങളും നടക്കും. 16 രാവിലെ 10 മണിക്ക് മഹാപൂർണാഹുതിയോടുകൂടി യാഗത്തിന് സമാപനമാകുമെന്ന് സംഘാടകർ അറിയിച്ചു. പല വൈശിഷ്ട്യങ്ങളും അതിനുണ്ട്. ഒന്ന്, 24 ലക്ഷം ഹോമിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര പ്രായോഗികമായിട്ടുള്ളൊരു കാര്യം അല്ല. വലിയ ചെലവ് വരും, അങ്ങനെ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ. അത് 24 ദിവസം കൊണ്ടാണ് ഈ ഒരു യാഗം നടക്കുന്നത്. ഈ യാഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഗുരുകുലത്തിലെ അന്തേവാസികൾ, അതായത് ഗുരുകുലത്തിൽ നിന്നും വന്ന് വേദം പഠിച്ചവരാണ് ഇതിൻ്റെ ഋത്വിക്കുകൾ എല്ലാവരും. വാർത്താ സമ്മേളനത്തിൽ യജ്ഞാചാര്യൻ അരുൺ പ്രഭാകർ, പ്രോഗ്രാം കോർഡിനേറ്റർ ഷാജി വരവൂർ, സഹരക്ഷാധികാരി OP ബാലകൃഷ്ണൻ, സെക്രട്ടറി K കോമളം, KM ജഗദീഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വൺ ബ്രിഡ്ജ് മീഡിയ ഫിലിം സൊസൈറ്റിയുടെ 6ാമത് OBM ലോഹിതദാസ് അന്താരാഷ്ട്ര ഷോർട്ട് ഫിലിം മ്യൂസിക് വീഡിയോ ഫെസ്റ്റിവലിന്റെ അവാർഡ് സമർപ്പണം ജൂൺ 23 ഞായറാഴ്ച ഒറ്റപ്പാലം റോട്ടറി ക്ലബ്ബ് ഹാളിൽ നടക്കും. അവാർഡ് നേടിയ ചിത്രങ്ങളുടെ പ്രദർശനം രാവിലെ 9 മണിക്ക് ആരംഭിക്കുമെന്ന് ഫെസ്റ്റിവൽ സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അവാർഡ് ദാന ചടങ്ങിൽ അതിഥികളായി സംവിധായകൻ ജിയോ ബേബി, ഛായാഗ്രാഹകൻ വിപിൻ മോഹൻ, അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA, ബാലതാരം വസിഷ്ഠ്, സിന്ധു ലോഹിതദാസ്, എഡിറ്റർ നൌഫൽ അബ്ദുള്ള, പ്രൊജക്ട് ഡിസൈനർ അജയൻ ചാലിശ്ശേരി, നടി സനുജ സോമനാഥ്, സംവിധായകരായ റഷീദ് പാറയ്ക്കൽ, ഹരിനാരായണൻ, വേലപ്പൻ എന്നിവർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മികച്ച ചിത്രമായി TP സോനു സംവിധാനം ചെയ്ത നൈറ്റ് കോൾ, മികച്ച 2ാമത്തെ ചിത്രമായി സനിൽ തലവടി സംവിധാനം ചെയ്ത അരളി എന്നിവ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പാൻഡമിക് സംവിധാനം ചെയ്ത ജോമി തോമസ് മണിയാണ് മികച്ച സംവിധായകൻ. മികച്ച മ്യൂസിക് വീഡിയോ ആയി
TS അയ്യപ്പൻ സംവിധാനം ചെയ്ത നിലയും രണ്ടാമത്തെ മികച്ച മ്യൂസിക് വീഡിയോയായി ദേവാനന്ദ് സംവിധാനം ചെയ്ത ലാംഗി ലാംഗിയും തിരഞ്ഞെടുക്കപ്പെട്ടു. 260 എൻട്രികളിൽ നിന്നായി 27ഓളം അവാർഡുകളാണ് സംവിധായകൻ മധുപാൽ ജൂറി ചെയർമാനായ സമിതി തിരഞ്ഞെടുത്തിട്ടുള്ളത്. റഷീദ് പറമ്പിൽ, ഫെബിൻ സിദ്ധാർത്ഥ്, വിശാൽ വിശ്വനാഥൻ എന്നിവരായിരുന്നു ഫസ്റ്റ് ലൈൻ ജൂറി. രാവിലെ 9 മണി മുതൽ അവാർഡിനർഹമായ സിനിമകളുടെ, ഷോർട്ട് ഫിലിമുകളുടെ, മ്യൂസിക് വീഡിയോകളുടെ പ്രദർശനം ഉണ്ടായിരിക്കും. വൈകുന്നേരം 3 മണി മുതൽ 7 മണി വരെ അതിൻ്റെ അവാർഡുകൾ സമർപ്പിക്കുന്ന വർണ്ണാഭമായ ഒരു ചടങ്ങാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലവും ഇതിൻ്റെ പ്രോഗ്രാമുകൾ വളരെ വൃത്തിയായിട്ട് തന്നെ നമുക്ക് ചെയ്ത് തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 2 വർഷം നമുക്ക് ഓഫ്ലൈനായിട്ടും പിന്നീട് ഓൺലൈനായിട്ടുമാണ് ചെയ്തിട്ടുള്ളത്. ഒരു 3 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ ഓഫ്ലൈനായിട്ട് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഇവിടെ വരുന്നവരിൽ പ്രധാനപ്പെട്ട ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് ജിയോ ബേബിയാണ്, ഡയറക്ടർ ജിയോ ബേബി. വാർത്താ സമ്മേളനത്തിൽ ഫെസ്റ്റിവൽ ഡയറക്ടർ GK ഒറ്റപ്പാലം, കോർഡിനേറ്റർ നിതീഷ് ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി റഷീദ് പറമ്പിൽ, വിനീഷ് ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഇന്റർനാഷണൽ വാട്ടർ കളർ സൊസൈറ്റിയുടെ മൺസൂൺ മെഗാ എക്സിബിഷൻ ജൂൺ 20 മുതൽ 23 വരെ പാലക്കാട് പിരായിരിയിൽ നടക്കും. 38 ചിത്രകാരന്മാരുടെ 152 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുമെന്ന് കോർഡിനേറ്റർ T. ശബരി ഗിരീഷ് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചിത്രകലയിലേറെ അധ്വാനവും സൂക്ഷ്മതയും വേണ്ട മാധ്യമമാണ് ജലഛായം. പുതുതലമുറ അക്രിലിക് ഓയിൽ പെയിന്റുകളിലേക്കാണ് ഏറെ ആകർഷിക്കപ്പെടുന്നത്. ജലഛായ ചിത്രകാരന്മാർക്ക് പ്രയോജനകരവും പ്രോത്സാഹനവും ലഭിക്കുന്നതിനായാണ് എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ ചിത്രകലാകാരന്മാരെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനും എക്സിബിഷൻ വേദിയാകും. ഡൽഹിയിൽ നടക്കുന്ന ഇന്റർനാഷണൽ എക്സിബിഷന് മുന്നോടിയായാണ് കേരളത്തിൽ എക്സിബിഷൻ നടത്തുന്നതെന്നും ശബരി ഗിരീഷ് പറഞ്ഞു. ചിത്രകാരന്മാരായ ഷെറിൻ ഫെറ, ശങ്കരൻ ഉണ്ണി, ജഗന്നാഥൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം പ്രിയങ്ക ഗാന്ധിയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വയനാട്ടിൽ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം ആഹ്ലാദകരം. രാഹുൽ ഗാന്ധിയെ വിമർശിച്ച ബിനോ വിശ്വത്തിന്റെ നടപടി ബാലിശം. 2 സ്ഥലത്ത് രാഷ്ട്രീയ നേതാക്കൾ മത്സരിക്കുന്നത് ആദ്യമായല്ലെന്നും VD സതീശൻ. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി K. കൃഷ്ണൻകുട്ടിയും കൊക്കക്കോള കമ്പനിയുടെ കങ്കാണിമാരായാണ് പ്രവർത്തിച്ചതെന്ന് പ്ലാച്ചിമട കൊക്കക്കോള വിരുദ്ധ സമരസമിതി. കമ്പനി 35 ഏക്കർ സ്ഥലം സർക്കാരിന് വിട്ടുകൊടുത്തത് ഇരകൾക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാര തുക ഒഴിവാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായെന്നും ആരോപണം. സമരപരിപാടികളും നിയമപോരാട്ടവും തുടരുമെന്ന് സമരസമിതി ചെയർമാൻ വിളയോടി വേണുഗോപാൽ. കോൺഗ്രസ് നേതാവ് TN പ്രതാപനെതിരെ തൃശൂരിൽ വീണ്ടും പോസ്റ്റർ. പ്രതാപനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. പോസ്റ്റർ പ്രചരണത്തിനു പിന്നിൽ കോൺഗ്രസ് പ്രവർത്തകരാകാൻ ഇടയില്ലെന്ന് തൃശൂർ DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP. കോഴിഫാമിന് സുരക്ഷയൊരുക്കാൻ അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് വയോധികയ്ക്ക് ദാരുണാന്ത്യം. മരിച്ചത് പനമണ്ണ അമ്പലവട്ടം പാലക്കത്തൊടിയിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ പാറുക്കുട്ടി. അപകടം ക്ഷീരകർഷകയായ പാറുക്കുട്ടി സൊസൈറ്റിയിൽ പാൽ നൽകി തിരിച്ചുവരുന്നതിനിടെ. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന പാലക്കാട് സ്വദേശിനിയുടെ മോചനത്തിന് വഴിയൊരുങ്ങുന്നു. യമനിലെ ഗോത്രവർഗവുമായി സന്ധി സംഭാഷണം നടത്താൻ വഴി തെളിഞ്ഞതാണ് ആശ്വാസമായതെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ. നിമിഷപ്രിയയുടെ മോചനത്തിനായി കണ്ടെത്തേണ്ടത് 3 കോടിയോളം രൂപ. 2014 യമനി കൊല്ലപ്പെട്ട കേസിൽ യുവതി ശിക്ഷിക്കപ്പെട്ടത് തന്റെ ഭാഗം വ്യക്തമാക്കാൻ ഭാഷ വശമില്ലാതിരുന്നതുകൊണ്ട്. പട്ടാമ്പി മുനിസിപ്പൽ ടവർ നിർമ്മാണം പുരോഗമിക്കുന്നു. ഫയലിംഗ് പ്രവർത്തികൾ ആരംഭിച്ചു. മുനിസിപ്പൽ ടവർ നിർമ്മാണം 9,65 ലക്ഷം രൂപ ചിലവിൽ. കേരളത്തിലെ ആദ്യത്തെ സെൻട്രലൈസ്ഡ് AC മുനിസിപ്പൽ ടവറായിരിക്കും പട്ടാമ്പിയിലേതെന്ന് മുഹമ്മദ് മുഹസിൻ MLA. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ നെടുമ്പുര പുതുശ്ശേരി പൊന്നാനി ലിങ്ക് റോഡ് തകർച്ചയിൽ. റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ സത്വര നടപടി വേണമെന്ന് ആവശ്യം. പ്രതിഷേധ സമരവുമായി BJP. മണ്ണൂരിൽ വർഷങ്ങളായി ഇറിഗേഷൻ വകുപ്പിന്റെ അനാസ്ഥ മൂലം ഗതാഗത യോഗ്യമല്ലാതിരുന്ന എടത്തൊടി കനാൽ റോഡിന് ശാപമോക്ഷം. കെട്ടിട നമ്പറും വൈദ്യുതി കണക്ഷനും ലഭിച്ചില്ല. ഉദ്ഘാടനം കഴിഞ്ഞ 5 മാസമായിട്ടും സ്മാർട്ടാകാതെ കോട്ടായി ഫസ്റ്റ് സ്മാർട്ട് വില്ലേജ് ഓഫീസ്. 50 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ഓഫീസ് കെട്ടിടം സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്ക് ഉത്തമോദാഹരണമെന്ന് നാട്ടുകാർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.